1957 പുറത്തിറങ്ങിയ നയാ ദൗർ എന്ന ഹിന്ദി ചിത്രത്തിൽ ദിലീപ് കുമാറിനെയും മധുബാലയെയുമാണ് സംവിധായകനായ ബി.ആർ. ചോപ്ര ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ ചിത്രീകരണ സമയത്ത് മധുബാലയുടെ അച്ഛൻ്റെ ചില ഇടപെടലുകൾ കാരണം മധുബാലയ്ക്ക് ഈ ചിത്രത്തിൽ നിന്നും പിന്മാറേണ്ടി വന്നു. പകരം ആവേശം കൈകാര്യം ചെയ്തത് വൈജയന്തി മാലയായിരുന്നു. അവരാണെങ്കിൽ അത് വളരെ ഗംഭീരമാക്കുകയും ചെയ്തു. ഒ.പി. നയ്യരുടെ സംഗീതം എന്ന് പറയുമ്പോൾ ആശാ ഭോൺസ്ലെയ്ക്കായിരിക്കും പ്രാധാന്യം എന്ന് എല്ലാവർക്കും അറിയാം. ആശാ ഭോൺസ്ലെയുടെ ചേച്ചിയായ ലതാ മങ്കേഷ്കർ ഒരിക്കലും ഒ.പി. നയ്യരുടെ ഗാനങ്ങൾ ആലപിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എക്കാലത്തെയും മികച്ച ശോകഗാനങ്ങളിൽ ഒന്നാണ് കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിലെ കരിമുകിൽ കാട്ടിലെ. പി ഭാസ്കരൻ രാഘവൻ മാസ്റ്റർ ടീമിൻ്റെ ഏറ്റവും വിഷാദാർദ്രമായ ഗാനം, ജയചന്ദ്രൻ ചേട്ടൻ്റെ ഭാവാർദ്രമായ ആലാപനം. ഇതിൽ ഗുണസിംഗ് എന്ന ഫ്ലൂട്ടിസ്റ്റ്, ആ മഹാനായ കലാകാരൻ വായിച്ച അതിമനോഹരമായ ചില ബിറ്റുകളുണ്ട്. ഈ ഗാനത്തെ ഉയർത്തുന്നതിൽ ആ പുല്ലാങ്കുഴൽ നാദം വഹിച്ച പങ്ക് ഒന്നുകൂടി ശ്രദ്ധിക്കൂ. കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി. കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി. ഇനിയെന്നു കാണും നമ്മൾ തിരമാല മെല്ലെ ചൊല്ലി ചക്രവാളമാകെ നിന്റെ ഗൽഗതം മുഴങ്ങിടുന്നു. കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി. കരയുന്ന രാക്കിളിയെ തിരിഞ്ഞൊന്നു നോക്കിയിടാതെ, കരയുന്ന രാക്കിളിയെ തിരിഞ്ഞൊന്നു നോക്കിയിടാതെ, മധുമാസ ചന്ദ്രലേഖ മടങ്ങുന്നു പള്ളിത്തേരിൽ. കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി. കരയിൽ നീ മാത്രമായി.